back to Florence Academy's another video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അതായത് ന്യൂസിലാൻഡിലേക്ക് ഇപ്പം നഴ്സിംഗിനായിട്ട് പോകുന്നവർക്ക് പുതിയതായ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ആ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളും നേരിടേണ്ടത്, അതായത് കുറച്ച് എക്സാംസ് ഒക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പം ആ എക്സാംസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പിലൊന്നും യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല. OET IELTS കംപ്ലീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യാൻ മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു 2 മോഡ്യൂളെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ 2 മോഡ്യൂളൊക്കെ ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓക്കെ ആവും, നമ്മളതിൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 മോഡ്യൂളെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ന്യൂസിലാൻഡ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി CGFNS നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. CGNF ത്രൂ ആണ് ഇപ്പോഴും വെരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുവരെയുള്ള ഈ സ്റ്റെപ്പിനൊന്നും യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. മാറ്റം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലാണ്. അതായത് 2500 ഹവർ എക്സ്പീരിയൻസ് ആണ് ലാസ്റ്റ് 5 ഇയറിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്. മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് 2500 നിന്ന് ഇപ്പം 1800 ഹവർ എക്സ്പീരിയൻസ് ആക്കിയിട്ടാണ് കുറച്ചിട്ടുള്ളത്. CGNF കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ട് ലഭിക്കും. അത് നഴ്സിംഗ് കൗൺസിലിന് നമ്മൾ അയക്കും. അവിടെ നിന്ന് ഒരു 2-3 ഡേയ്സിൻ്റെ അകത്ത് നമുക്ക് ഒരു അപ്ലിക്കേഷൻ ഇടാനായിട്ടുള്ള ഒരു മെയിൽ വരും. അങ്ങനെയാണ് നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നഴ്സിംഗ് കൗൺസിലിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് 35 to 19 ഡേയ്സ് ആണ് പറയുന്നത്. ബട്ട് അതിൽ കൂടുതൽ ഡേയ്സ് ആവാൻ ചാൻസ് ആണ്. നമ്മുടെ മാത്രം അപ്ലിക്കേഷൻ അല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 19 ഡേയ്സിൽ കൂടാനായിരിക്കും ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 19 ഡേയ്സിന് കൂടുതൽ വേണം എക്സ്പെക്ട് ചെയ്യാൻ. എന്തായാലും അത് കുറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. 35 to 19 ആണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി അതിലും കൂടാനും ചാൻസ് ഉണ്ട്. December 3 വരെയുള്ള ആൾക്കാർക്കായിരുന്നു ക്യാപ്പ് പാത്വേ ഉണ്ടായിരുന്നത്. December 4 തൊട്ടിട്ടാണ് പുതിയ പാത്വേ വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ December 3 അകത്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ക്യാപ്പ് പാത്വേ തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. പക്ഷേ December 4 തൊട്ടിട്ട്, അതായത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് തൊട്ടിട്ട് പുതിയ പാത്വേ ആണ്. അപ്പോൾ എങ്ങനെയാണ് പുതിയ പാത്വേ നമ്മൾ ചെയ്യേണ്ടത്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. പുതിയ പാത്വേയിൽ ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. July 1 അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ കോഴ്സുകൾ ചെയ്യേണ്ടത്, അതിന് ഫീ എത്രയാണ്, അതിന് സെൻറ്റർ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇനി പറഞ്ഞിട്ട് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സ് 2 അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പിറ്റൻസ് അസസ്മെൻറ്റ് സെക്ഷനാണ്. ഇതിൽ 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് തിയററ്റിക്കലും ഒന്ന് പ്രാക്ടിക്കൽ OSCE അത്. തിയററ്റിക്കൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് നോളജും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനുള്ളതാണത്. നിങ്ങൾ ഏത് കൺട്രിയിലാണോ ഉള്ളത് ആ കൺട്രിയിൽ ഇരുന്ന് തന്നെ ന്യൂസിലാൻഡ് അക്രഡിറ്റഡ് ആയിട്ടുള്ള എക്സാം സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് അവിടെയുള്ള ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സെൻറ്ററിൽ പോയിട്ട് വേണം നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ. രണ്ടാമത്തെയാണ് പ്രാക്ടിക്കൽ സെക്ഷൻ. പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OSCE ആണ്. ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ് OSCE എന്ന് പറയുന്നത്. ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം മാത്രമാണ് OSCE നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ പ്രാക്ടിക്കൽ നഴ്സിംഗ് നോളജും കാര്യങ്ങളാണ് OSCEയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. 2 day പ്രിപ്പറേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ക്ലാസ് നിങ്ങൾക്ക് തരും. അതിനുശേഷം 3 hour ആയിട്ടുള്ള ഒരു OSCE എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് ഏതൊക്കെ സ്ഥലത്താണ് ചെയ്യേണ്ടത് ഒന്നും നമ്മൾക്ക് പറഞ്ഞിട്ടില്ല. ഒരു അക്രഡിറ്റഡ് ന്യൂസിലാൻഡ് അക്രഡിറ്റഡ് സെൻറ്ററിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അത് ന്യൂസിലാൻഡിൽ ഏത് സെൻറ്ററിലാണ്, എത്രയാണ് ഫീ, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസും തന്നെ ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാത്തതിൻ്റെ കാരണം 2 പാത്വേസും ഇപ്പം നിലവിലുണ്ട്. അതായത് പഴയ പാത്വേയും ഉണ്ട്, പുതിയ പാത്വേയും ഉണ്ട്. അപ്പം 2 പാത്വേയും ഉള്ളത് കൊണ്ട് തന്നെ ഒരു 18 month ട്രാൻസിഷൻ പീരീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാതും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിറ്റ് ടു പ്രാക്ടീസ് ഇന്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് എന്നുള്ളതാണ്. ലാസ്റ്റ് 7 ഇയറിൽ 1 ഇയറിൽ കൂടുതൽ ഏതൊക്കെ കൺട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ വർക്ക് റിലേറ്റഡ് ക്രിമിനൽ ഹിസ്റ്ററിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഏതൊക്കെ കൺട്രിയിലാണ് നിങ്ങൾ 1 ഇയർ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ICHC നിങ്ങൾ ചെയ്യണം. ICHC നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 149 ഓസ്ട്രേലിയൻ പേയ്മെൻ്റ് ആണ് വേണ്ടത്. ഓസ്ട്രേലിയൻ കമ്പനി ത്രൂ ആണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് ഫിറ്റ് ടു വർക്ക് എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പം ഫിറ്റ് ടു വർക്ക് ത്രൂ ആണ് ICHC
രജിസ്ട്രി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 149 പെർ കൺട്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരു കൺട്രിയിൽ 1 ഇയർ കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 149 കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കൺട്രിയിലും 1 ഇയർ കൂടുതലാണെന്നുണ്ടെങ്കിൽ 149 നിങ്ങൾ പേ ചെയ്യണം. അതായത് അപ്പോൾ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇതെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബിഫോർ ദ രജിസ്ട്രേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ന്യൂസിലാൻഡിലേക്ക് നഴ്സിങ്ങിനായിട്ട് വരുന്നവർക്ക് പുതിയതായിട്ട് ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള നഴ്സസിനെ ഒന്നും തന്നെ പാത്വേക്ക് ഒരു ചേഞ്ച് വന്നിട്ടില്ല. അതായത് December 3 വരെ ചെയ്തിട്ടുള്ളവർക്ക് ഒന്നും തന്നെ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ആരും പേടിക്കേണ്ട. പക്ഷേ ഇനിയും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാനായിട്ട് നല്ല ചാൻസസുകളുണ്ട്. ഇതുവരെ തന്നെ ഒരു ഇതും വന്നിട്ടില്ല, ഒരു ചേഞ്ചസും വന്നിട്ടില്ല. December 4 തൊട്ടിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള ഓസ്കി അല്ലാതെ വന്നിട്ടുള്ളത്. അപ്പം ഇനി പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.